After planning, the next important managerial function is organizing. In the previous classes, we discussed about the management and the very big first function of management, that is planning. In that planning, we know that planning is concerned with what to do, when to do, and how to do it. But the organizing is concerned with uh, uh, bringing together the necessary physical and human resources to achieve the organization goals and plans. നമ്മൾ മുമ്പ് പ്ലാനിങ്ങിൽ പഠിച്ചതാണ് എന്താണ് ഒരു മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതായത് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ ആ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റേജ് കംപ്ലീറ്റ് ആയതിനു ശേഷം വളരെ പ്രധാനമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന ഒരു പാർട്ടാണ് ഓർഗനൈസിങ്, അല്ലെങ്കിൽ പ്ലാനിങ്ങിന് ശേഷം ഏതൊരു മാനേജ്മെന്റും ചുവട് വെക്കേണ്ടതായിട്ടുള്ള അടുത്ത സ്റ്റേജ് ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രിങ്കിങ് നെസസറി ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് പ്ലാൻസ് എന്നുള്ളതാണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ളതും അതുപോലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ഒരു മാനേജ്മെന്റിന് ഒരു എന്താണോ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഏറ്റവും ഒരു കോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് അതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? കളക്ഷൻ ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. Organizing involves the grouping of activities necessary to accomplish the goals and plans, the assignment of these activities to appropriate departments, and the provision of authority delegation and coordination. The Coons and O'Donnell എന്ന് പറയുന്നിരിക്കുന്നത് ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നമുക്കൊരു ഒരു ഓർഗനൈസേഷൻ, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഒരു നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ നമ്പർ ഓഫ് ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ ആയിട്ടുള്ള സ്വഭാവം പ്രകാരം നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അല്ലെ. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ഉണ്ടാവാം, അതേപോലെ ഉണ്ടാവാം പറഞ്ഞിരിക്കുന്നത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാം, മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ. അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫാക്ടറി ആണെങ്കിൽ ഫാക്ടറി മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവാം. അങ്ങനെ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ബിസിനസ് നടത്താൻ എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ് പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ബിസിനസ്സിൽ നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സക്സസിലേക്ക്, ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും അതിന് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ എന്ത് ചെയ്യാം, നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് പതിവ് അല്ലെ. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസിംഗിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ അതിന്റെ സ്റ്റെപ്സ് ആണ് അല്ലെ. എന്തൊക്കെയാണ് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ്? ഒന്നാമതായിട്ട് എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമുക്കറിയാം ഏതൊരു ബിസിനസ്സും എന്താണ്, അവര് ഇന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവരൊരു ഐഡിയ ഇല്ലാതെ വെറുതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കില്ല. പകരം ഒരു മാസത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തിനപ്പുറത്തേക്ക്, ഒരു വർഷത്തിനപ്പുറത്തേക്ക് ഇന്ന രീതിയിലുള്ള ഔട്ട്കംസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിന്റെ ബേസിലാണ് അവർ വർക്ക് ചെയ്യുക അല്ലെ. ദെൻ അപ്പൊ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിംഗിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? ഡിസൈനിങ് പ്ലാൻസ് ആൻഡ് പോളിസീസ് അല്ലെ. എന്താണ് പ്ലാൻസ് ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവ്സിനൊക്കെ എന്താണ് കൃത്യമായിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് പ്ലാൻസ് വേണം, ഒരുപാട് പോളിസീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്ലാൻസിനെയും പോളിസീസിനൊക്കെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് ഈ ഓർഗനൈസിംഗിലെ രണ്ടാമത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കേസ് എന്താണ്? ഐഡന്റിഫൈങ് സ്പെസിഫിക് ആക്ടിവിറ്റീസ് അല്ലെ.
അതായത് ഈ പ്ലാൻസ് ആൻഡ് പോളിസീസ് പ്രകാരം നമ്മൾ അവിടത്തേക്ക് എത്തേണ്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ആ ഒരു പ്ലാൻസും പോളിസീസും ഒക്കെ കൃത്യമായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ എന്തൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ദെൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു ദ അവൈലബിൾ റിസോഴ്സസ്. ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതിനൊക്കെ എന്താണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പ്രകാരം എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളത് എന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അടുത്തൊരു സ്റ്റേജ് ആണ് ഡെലിഗേറ്റിംഗ് ദ അതോറിറ്റി necessary to perform the activities. What do you mean by delegation of authority? അല്ലെ, അതായത് നമ്മുടെ കമ്പനിയിൽ സപ്പോസ് ഞാനിപ്പം ഒരു ഗ്രൂപ്പ് ലീഡർ ആണ് അല്ലെ. നമ്മളപ്പോൾ പൊതുവെ ഗ്രൂപ്പ് തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് തിരിക്കുന്നത്? നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗവും ഓരോ ഗ്രൂപ്പിനായിട്ട് നമ്മൾ വീതം വെച്ചു കൊടുക്കും. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡേഴ്സിനെ നമ്മൾ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലീഡേഴ്സിന് ഒരു അതോറിറ്റി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അവരുടെ ഹയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജർ എന്താണ് ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാനും അതിനകത്ത് വരുന്ന മെമ്പർമാരെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും അവരെ എന്താണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെയുള്ള അധികാരം ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ലീഡേഴ്സിന് കൊടുക്കാം അല്ലെ. അപ്പൊ ടോപ്പ് ലെവലിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ലീഡേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് ഒരു എന്താണ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നത്, അടുത്തതായിട്ട് അവർക്ക് അണ്ടറിൽ അസൈൻ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന്റെ അടുത്ത് ഓരോ ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് എന്ത് ചെയ്യണം, അവർ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആ ടാസ്ക് ചെയ്യാനുള്ളതായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ അതെങ്ങനെ വളരെ ചെറിയ സമയം കൊണ്ട് ലെസ് കോസ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റി തീരുമാനം ഈ പറയുന്ന എംപ്ലോയിക്ക് എടുക്കാം. അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാം. ഇനി അവസാനമായിട്ട് ടൈയിങ് ദ ഗ്രൂപ്പ്സ് ടുഗദർ ത്രൂ അതോറിറ്റി റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഓർഗനൈസിംഗിൽ. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ഗ്രൂപ്പ് ഒക്കെ എന്താണ് ഒരു സിംഗിൾ ഹെഡിലേക്ക് എന്താണ് റെസ്പോൺസിബിൾ ആവുന്നത് അല്ലെ. അതായത് അവര് മുകളിൽ നിന്ന് വരുന്ന ഓർഡറുകൾ എന്താണോ അതിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയും വേണം. ടൈം ടു ടൈം ആയിട്ട് അത് ഫോളോ ചെയ്യുകയും വേണം അല്ലെ. അത്തരത്തിലൊരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്തരം സ്റ്റെപ്പുകളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതിനാണ് ഒരു മാനേജ്മെന്റ് പ്രോസസ്സിനെയാണ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി എന്താണ് അതിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്, ഡിറ്റർമിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് മീൻസ് എന്താണ് ഡിസൈഡിങ് ആൻഡ് ഡിവിഷൻ ഓഫ് വാരിയസ് ആക്ടിവിറ്റീസ് required to achieve the objectives of the organization. The entire work is divided into various parts and subparts അല്ലെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവനായിട്ട് തന്നിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും എന്താണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, അത് എംപ്ലോയീസിന്റെ ഇടയിൽ അല്ലെങ്കിൽ കമ്പനിയുടെ വർക്കേഴ്സിന്റെ ഇടയിൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. ഇനി രണ്ടാമതായിട്ട് വരുന്ന എന്താണ്, ആ ഡിവൈഡ് ചെയ്ത ആക്ടിവിറ്റീസിനൊക്കെ വളരെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലോട്ട്മെന്റ് ഓഫ് ഡ്യൂട്ടീസ് to specified person for the effective performance. The grouped activities are allotted to specified persons അല്ലെ. അതായത് എന്താണോ തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവനായിട്ടുള്ള കൃത്യമായിട്ട് ആർക്കാണോ കൃത്യമായിട്ടൊരു ജോലി കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ് അല്ലെ. എന്താണ് അതോറിറ്റി ഇല്ലെങ്കിൽ ഒരാൾക്കും ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഒരാൾക്ക് ഒരു അടിമ വേല ചെയ്യുന്ന ഒരാളെ പോലെയാണെങ്കിൽ അയാൾക്ക് എന്താണ് ചില ടൈമില് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല എന്ന് വരും അല്ലെ. അതേസമയം അയാൾക്ക് ഒരു അതോറിറ്റി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് വളരെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതേപോലെ മറ്റൊരു സ്റ്റെപ്പാണ് ഡിഫൈനിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്, when a group of persons working together for a common goal, it is necessary to define the relationship among them in clear terms അല്ലെ. വളരെ കൃത്യമായിട്ട് ആരാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ഹെഡ്, ആരാണ്, ആർക്കൊക്കെ ഏതൊക്കെ പൊസിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കാര്യം വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതേപോലെ എന്താണ് coordination of various activities. The delegated authority and responsibility should be coordinated by a responsible person. വളരെ കൃത്യമായിട്ട്
ഈ പറഞ്ഞിരിക്കുന്ന ഡെലിഗേഷനും അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്നിവയുമായിട്ട് പേഴ്സൺ കോർഡിനേറ്റ് ചെയ്തിരിക്കണം എന്നതാണ് മറ്റൊരു സ്റ്റെപ്പ്. ദെൻ ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ. എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ചില എന്താ പറയുക പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിരിക്കണം അല്ലേ. എന്തൊക്കെയാണത്? പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ അല്ലേ, അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. ഇതൊക്കെ എന്താണ് ഓർഗനൈസിംഗിന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. അതുപോലെ ഡിവിഷൻ ഓഫ് വർക്ക്, പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ, അതേപോലെ പിന്നെന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്സെപ്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്, സ്കാലാർ പ്രിൻസിപ്പിൾ, principle of efficiency, delegation of authority, principle of responsibility, principle of uniformity, simplicity, and accountability. അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓർത്തു വെക്കുക എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷൻ മീൻസ് നെസസറി ടു ഡിഫൈൻ ആൻഡ് ഫിക്സ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി ഓഫ് ഈച്ച് വർക്ക്. In addition to that, the organizational relationship of each worker with others should be clearly defined. ഏതൊരു കാര്യവും ഓർഗനൈസേഷനകത്തുള്ള A to Z കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സ്മൂത്ത് ലാംഗ്വേജിൽ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? The different departments' objectives should be geared achieve the main objective of the organization. അല്ലെ, എന്താണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ ഒരു സിംഗിൾ ലൈനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനുള്ള ഒബ്ജക്റ്റീവ്സിന് എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് ഒരു കോമൺ ലൈനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ലിങ്ക് അവിടെ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. നമുക്കറിയുന്നതാണ് ഒരു വർക്ക് വളരെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, പൂർത്തീകരിക്കണമെങ്കിൽ ആ വർക്കിനെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഏതൊരാൾക്കാണോ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, പൂർത്തീകരിക്കാൻ പറ്റുക, അയാൾക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. ഒരു അക്കൗണ്ടന്റിനായിരിക്കണം ആ കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുക. അതേസമയം ഒരു എഞ്ചിനീയർക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരത്തില് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ് ഇതിനൊക്കെ കൺസിഡറേഷനിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസിന്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ എന്താണ് principles of continuity. Essential that there should be a reoperation of objectives, readjustment of plans, and provisions of opportunities for the development of future management. This process is taken over every organizational periodically. Continuity, principle of continuity, ഓർഗനൈസിംഗിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രിൻസിപ്പിളാണ് കണ്ടിന്യൂറ്റി അല്ലെ. ഒരു കൃത്യമായിട്ട് ഒരു വർഷത്തേക്കോ 6 മാസത്തേക്കോ അല്ല എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത്. പകരം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വളരെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു റണ്ണിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് കണ്ടിന്യൂറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. അതായത് ഷുഡ് ബി എ റീ ഓപ്പറേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, റീഅഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്ലാൻസ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഫ്യൂച്ചർ മാനേജ്മെന്റ് അല്ലെ. അപ്പൊ അത്തരത്തില് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ്, ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഫേസ് ചെയ്യാനുള്ള, അതിനെ മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഈ ഒരു പ്രിൻസിപ്പിളും കൂടി എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ.